ഏവർക്കും നമസ്കാരം. ഭജഗോവിന്ദം ശ്ലോകം 30. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി വിധാനം കുർവവദാനം മഹദവദാനം. ശ്രദ്ധയുടെ ബാധയാണ് ആധ്യാത്മികത എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് അലസമാർഗമല്ല. വ്യക്തി സ്വയം ചില തയ്യാറെടുപ്പുകൾ നടത്തണം. എങ്കിൽ മാത്രമേ ആത്മശക്തിയെ ഉണർത്തിയെടുക്കാൻ ആകൂ. നാം നടന്നു കയറേണ്ട പടികളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ആദ്യം വേണ്ടത് പ്രാണായാമം ശീലിക്കലാണ്. ശ്വാസ നിയന്ത്രണമാണ് ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ പ്രാണായാമം. പ്രാണായാമ പരിശീലനത്തിലൂടെ വ്യക്തിക്ക് തന്നിലെ ആന്തരിക ശക്തിയായ പ്രാണനെ നിയന്ത്രിക്കാൻ കഴിയുന്നു. പൂരകം, കുംഭകം, രേചകം എന്നീ 3 മാർഗങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അടുത്തത് പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം എന്നാൽ പിൻവലിക്കലാണ്. അതായത് ആഹാര നിയന്ത്രണം. നാം വായിലൂടെ മാത്രമല്ല ആഹരിക്കുന്നത്. പുറം ലോകം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് വ്യക്തിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഭുജിക്കുന്നു. ഇതാണ് വ്യസനം. ഇതിന് നാം നിയന്ത്രണം വയ്ക്കണം. അല്ലെങ്കിൽ ഇവയെല്ലാം ചിത്തവൃത്തികളായി മാറും. ഇനി വേണ്ടത് നിത്യാനിത്യ വിവേകമാണ്. അതായത് സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിഞ്ഞ് വിചാരം ചെയ്യലാണ്. ക്ഷണികമായതെല്ലാം അനിത്യമാണ്. നിത്യവസ്തു ശാശ്വതവും ആണ്. അതിനെ വിചാരം ചെയ്തുറപ്പിച്ച് ആ സത്യവസ്തു ആത്മാവാണെന്ന് ബോധ്യമാകലാണ്. മറ്റൊന്ന് ജപമാണ്. ഏതു സാഹചര്യത്തിലും ജപം ഒഴിച്ചു നിർത്താവതല്ല. നിരന്തരം ജപം ചെയ്യണം. അതിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട് സമാധിയിലേക്ക് നീങ്ങുന്നു. ഇവ നിറവേറ്റുന്നതിൽ ശ്രദ്ധ പുലർത്താതിരിക്കരുത്. ഒന്ന് നിറവേറ്റുന്നതിലുള്ള ശ്രദ്ധ, മറ്റൊന്ന് ശ്രദ്ധയോടെ സാക്ഷാത്കരിക്കൽ. ശ്രദ്ധ ഏതു തലത്തിലും ഒരു അനിവാര്യതയാണ്. ശ്രദ്ധാവാൻ ജ്ഞാനം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. പൂർണ്ണമായ അറിവ്, ആത്മജ്ഞാനം അത് ശ്രദ്ധാലുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിനാൽ ശ്രദ്ധ ഒരു നാളും നമ്മെ വിട്ടു പിരിയാതിരിക്കാൻ ശ്രദ്ധ വേണം. ആധ്യാത്മികതയുടെ പാത ക്ഷേത്രത്തിൽ പോകലും ചന്ദനം നെറ്റിയിൽ അണിയലും മാത്രമല്ല. ചടങ്ങ് പോലെ നിറവേറ്റപ്പെടേണ്ട ഒന്നും അല്ല അത്. മറിച്ച് ഓരോ അണുവിലുമുള്ള ചിട്ടയായ ശീലം കൂടിയാണ് അത്.